സുഹൃത്തുക്കളെ, വീണ്ടും സ്വാഗതം. 1000-ലധികം വർഷങ്ങളായി പ്രവാചകന്മാരിലൂടെ ദൈവം തന്റെ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു എന്ന് സങ്കല്പിക്കുക. പെട്ടെന്നാണ് സമ്പൂർണമായൊരു നിശബ്ദത ഉണ്ടാകുന്നത്. സ്വപ്നങ്ങളില്ല, ദർശനങ്ങളില്ല, സന്ദേശങ്ങളില്ല, ഒന്നുമില്ല. നീണ്ട 400 വർഷക്കാലം സ്വർഗം നിശബ്ദമായി. എന്നാൽ ആ വലിയ നിശബ്ദത ആരംഭിക്കുന്നതിന് തൊട്ടുമുമ്പ് ദൈവം തന്റെ അവസാനത്തൊരു ദൂതനെ അയച്ചു. പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായ മാലാഖിയുടെ വിസ്മരിക്കപ്പെട്ട കഥയാണിത്. പ്രവാചകന്റെ പേരിന്റെ അർത്ഥം തന്നെ എൻ്റെ ദൂതൻ എന്നാണ്. പ്രവാചകൻ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ മതപരമായ ലോകത്തെ അതിൻ്റെ അടിത്തറ വരെ പിടിച്ചുകുലുക്കിയതായിരുന്നു. പഴയ നിയമത്തിൽ ഇത്രയും ശക്തമായ ഒരു അന്ത്യം കുറിക്കുകയും വരാനിരിക്കുന്നത് അസാധാരണമായ ഒന്നിനു വേണ്ടി വലിയൊരു പ്രതീക്ഷ സൃഷ്ടിക്കുകയും ചെയ്ത ഈ നിഗൂഢ പ്രവാചകന്റെ കഥ നമുക്ക് പരിശോധിക്കാം. ഏകദേശം BC 430 ആണ്ടായിരുന്നു സമയം. യെരുശലേമിലെ വലിയ ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടിരുന്നു. എന്നാൽ ആത്മീയമായി ജനം തളർന്നിരുന്നു. ആത്മീയമായി തരിശുഭൂമി പോലെയായി തീർന്ന ഈ സാഹചര്യത്തിലേക്കാണ് മാലാഖി എന്ന പ്രവാചകൻ കടന്നു വന്നത്. മറ്റു പ്രവാചകന്മാരുടെ പശ്ചാത്തലങ്ങൾ നമുക്ക് വിശദമായി അറിയാമെങ്കിലും മാലാഖി തിരുവഴുത്തുകളിൽ ഒരു നിഴൽ പോലെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. ചില പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് മാലാഖി എന്നത് അവന്റെ യഥാർത്ഥ പേരല്ല, മറിച്ച് അവന്റെ ദൗത്യത്തെ വിവരിക്കുന്ന ഒരു സ്ഥാനപ്പേര് മാത്രമാണെന്നാണ്. എസ്ര എന്ന ശാസ്ത്രിയായിരിക്കാം ഈ പേരിൽ എഴുതിയെന്ന് ചിലർ കരുതുന്നു. ആരായാലും ആത്മീയമായ ഒരു ഉദാസീനതയിൽ സുഖം കണ്ടെത്തിയ ഒരു മുഴുവൻ ജനതയും അഭിമുഖീകരിക്കാനും നൂറ്റാണ്ടുകളുടെ നിശബ്ദയ്ക്ക് മുമ്പുള്ള അവസാനത്തെ പ്രവാചക ശബ്ദം നൽകാനുള്ള ദൗത്യം അവനിൽ നിശബ്ദമായിരുന്നു. ബാബിലോണിലെ പ്രവാസത്തിനു ശേഷം ജനം മടങ്ങിയെത്തിയിരുന്നെങ്കിലും മാലാഖിയുടെ കാലമായപ്പോഴേക്കും മാരകമായ രോഗം പോലെ ആത്മീയമായ ഉദാസീനത അവരെ പിടികൂടിയിരുന്നു. പുനഃസ്ഥാപനത്തിന്റെ ആദ്യകാല ആവേശം പതിവ് ചടങ്ങുകളായി മങ്ങി. പുരോഹിതന്മാർ ദൈവത്തിന് യാഗമായി അന്തരം മുടന്തരും രോഗികളുമായ മൃഗങ്ങളെ അർപ്പിക്കുകയും നല്ലവയെ സ്വന്തം ആവശ്യത്തിനായി മാറ്റിവെക്കുകയും ചെയ്തു. ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കേണ്ട വിവാഹബന്ധങ്ങളും തകർന്നിരുന്നു. പുരുഷന്മാർ തങ്ങളുടെ യൗവനത്തിലെ ഭാര്യമാരെ ഉപേക്ഷിച്ച് അന്യജാതിക്കാരിയായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ തുടങ്ങി. ഇത് വെറും കുടുംബ പ്രശ്നമായിരുന്നില്ല, മറിച്ച് ദൈവത്തോടുള്ള വിശ്വാസം തകർക്കുന്നതിന് തുല്യമായിരുന്നു. ജനം ദശാംശങ്ങളും വഴിപാടുകളും കൊണ്ടുവരുന്നത് നിർത്തിയതോടെ ദേവാലയത്തിന്റെ സംവിധാനം തകർന്നു. നിങ്ങൾ എന്നെ കൊള്ളയടിക്കുന്നു എന്ന് ദൈവം പറഞ്ഞപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അങ്ങയെ കൊള്ളയടിച്ചതെന്ന് തിരിച്ചു ചോദിക്കാനുള്ള ധൈര്യം അവർ കാണിച്ചു. സ്വന്തം പാപം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ മനസ്സാക്ഷി മരവിച്ചിരുന്നു. മാലാഖി തന്റെ സന്ദേശം മൃദുവായ പ്രോത്സാഹനത്തോടെയല്ല ആരംഭിച്ചത്. കേൾവിക്കാരെ അമ്പരപ്പിക്കുന്ന വാക്കുകളോടെയാണ് അവൻ തുടങ്ങിയത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ജനങ്ങളുടെ പ്രതികരണം അവരുടെ ആത്മീയ അവസ്ഥ വെളിപ്പെടുത്തി. അങ്ങ് എങ്ങനെയാണ് ഞങ്ങളെ സ്നേഹിച്ചത്? ദൈവത്തിന്റെ നന്മകളോട് അവർ എത്രമാത്രം മരവിച്ചവരായി പോയി എന്ന് വച്ചാൽ അവർ അവന്റെ സ്നേഹത്തെ പോലും ചോദ്യം ചെയ്തു. ഒരു നിമിഷം ചിന്തിക്കുക. അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട, പാലും തേനും ഒഴുകുന്നൊരു ദേശം നൽകപ്പെട്ട, ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട, അടുത്തിടെ പ്രവാസത്തിൽ നിന്നും തിരികെ കൊണ്ടുവരപ്പെട്ട ഒരു ജനതയാണ്. എന്നിട്ടും ദൈവം തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ അവർ ധൈര്യം കാണിച്ചു. ഏറ്റവും വ്യക്തമായ സത്യങ്ങൾ പോലും മറക്കാൻ ആത്മീയ അന്ധത നമ്മെ എങ്ങനെ പ്രേരിപ്പിക്കുന്നു എന്ന് ഇത് വെളിപ്പെടുത്തുന്നു. എന്നാൽ മാലാഖി അവരെ വെല്ലുവിളിച്ചു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്ന് നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിപ്പിൻ. ശാസനകൾക്കപ്പുറം അവരെ തിരികെ വിളിക്കുകയായിരുന്നു ദൈവം. മാലാഖിയുടെ ന്യായവിധിയുടെ വാക്കുകൾ കഠിനമായിരുന്നെങ്കിലും അവന്റെ പ്രത്യാശയുടെ പ്രവചനങ്ങൾ പഴയ നിയമ കാലഘട്ടത്തിനും വരാനിരിക്കുന്ന കാര്യങ്ങൾക്കും ഇടയിൽ ഒരു പാലം സൃഷ്ടിച്ചു. അവന്റെ ഏറ്റവും പ്രസിദ്ധമായ പ്രവചനം 400 വർഷങ്ങൾക്ക് ശേഷം നടന്ന സംഭവങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതായിരുന്നു. ഇതാ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ എനിക്ക് മുമ്പായി വഴിയൊരുക്കും. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്കും വരും. ഇതൊരു കവിതയായിരുന്നില്ല, ഇതൊരു കൃത്യമായ പ്രവചനമായിരുന്നു. വഴിയൊരുക്കുന്ന ദൂതൻ യോഹന്നാൻ സ്ഥാപകനായിരുന്നു. യേശു തന്നെ ഈ ബന്ധം സ്ഥിരീകരിച്ചു. യോഹന്നാനെ കുറിച്ച് ചോദിച്ചപ്പോൾ യേശു മാലാഖിൽ നിന്നുള്ള ഈ വാക്കുകൾ ഉദ്ധരിച്ചു. പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകൻ പുതിയ നിയമ കാലഘട്ടത്തിന്റെ മുന്നോടിയെ എങ്ങനെ നേരിട്ട് ചൂണ്ടിക്കാണിക്കുന്നു എന്നിത് കാണിക്കുന്നു. എന്നാൽ മാലാഖിയുടെ പ്രവചനങ്ങൾ അതിലും മുന്നോട്ട് പോയി. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഉടമ്പടിയുടെ ദൂതനെ കുറിച്ച് അവൻ സംസാരിച്ചു. അത് യേശുക്രിസ്തുവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ക്രിസ്ത്യാനികൾ തിരിച്ചറിയുന്നു. പ്രവാചകൻ യോഹന്നാന്റെ ശുശ്രൂഷയെക്കുറിച്ച് മാത്രമല്ല, തന്റെ ജനവുമായൊരു പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്ന മിശിഹായുടെ വരവിനെക്കുറിച്ചും വിവരിക്കുകയായിരുന്നു. ഏറ്റവും മനോഹരമായി നിത്യസൂര്യൻ തന്റെ ചിറകുകളിൽ സൗഖ്യമായി ഉദിക്കുമെന്ന് അവൻ പ്രവചിച്ചു. 4 നൂറ്റാണ്ടുകളായി ആത്മീയ അന്ധകാരത്തിലായിരുന്ന ലോകത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്നുകൊണ്ട് യേശു കടന്നു വന്നപ്പോൾ ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിറവേറി.
മാലാഖി തന്റെ സന്ദേശം പൂർത്തിയാക്കിയപ്പോൾ അത്ഭുതപൂർണമായ ഒരു കാര്യം സംഭവിച്ചു. ദൈവത്തിന്റെ ശബ്ദം പൂർണ്ണമായി നിലച്ചു. 400 വർഷങ്ങളോളം പ്രവാചകന്മാരില്ല, ദർശനങ്ങളില്ല. അലക്സാണ്ടർ ചക്രവർത്തിയുടെ പടയോട്ടവും റോമാക്കാരുടെ ഭരണവും വന്നപ്പോൾ സ്വർഗം നിശബ്ദമായിരുന്നു. എന്തുകൊണ്ടാണ് ഒരു പ്രവാചകൻ തന്റെ ഐഡന്റിറ്റി മറച്ചുവെക്കുന്നത്? ഒരുപക്ഷെ സന്ദേശം അത്രയധികം ഏറ്റുമുട്ടൽ സ്വഭാവമുള്ളതായതുകൊണ്ടാകാം. പ്രതികാര നടപടികളിൽ നിന്നും അവനെ സംരക്ഷിക്കാൻ അജ്ഞാതത്വം സഹായിച്ചേക്കാം. അല്ലെങ്കിൽ മനുഷ്യനേക്കാൾ ഉപരിയായി വാക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ദൈവം മനഃപൂർവ്വം അവന്റെ വ്യക്തിത്വം മറച്ചുവെച്ചതാകാം. ഏതായാലും ഈ അജ്ഞാത സന്ദേശവാഹകൻ തിരുവഴുത്തുകളിലെ ഏറ്റവും ശക്തമായ അവസാന പ്രസ്താവനയിലൊന്ന് നൽകി. എന്നാൽ ഈ നിശബ്ദത ഒരുക്കമായിരുന്നു. 400 വർഷത്തെ നിശബ്ദത ഒടുവിൽ അസാധാരണമായി ഏതെങ്കിലും പ്രത്യക്ഷപ്പെടുമ്പോൾ അത് തിരിച്ചറിയാൻ ജനത്തെ കൊതിപ്പിച്ചു. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ജനക്കൂട്ടം അവനെ കേൾക്കാൻ ഓടിയെത്തിയത് അതുകൊണ്ടാണ്. ദൈവം വീണ്ടും സംസാരിക്കുന്നെന്ന് അവർ തിരിച്ചറിഞ്ഞു. മാലാഖിയുടെ പ്രവചനങ്ങൾ വെറും വാക്കുകളായിരുന്നില്ല, കൃത്യമായ രൂപരേഖകളായിരുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവ് പെട്ടെന്ന് തന്റെ മന്ദിരത്തിലേക്ക് വരും എന്ന വാക്കുകൾ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് കച്ചവടക്കാരെ പുറത്താക്കി അതിനെ ശുദ്ധീകരിച്ചപ്പോൾ നിറവേറി. മാലാഖിയുടെ സന്ദേശം ഇന്നും പ്രസിദ്ധമാണ്. ദൈവത്തിന് നമ്മുടെ ബാക്കി വന്നത് നൽകുന്ന പ്രവണതയെ അവൻ ചോദ്യം ചെയ്തു. നമ്മുടെ സമയവും പണവും ഊർജ്ജവും സ്വന്തം ആവശ്യങ്ങൾക്ക് ശേഷം മാത്രം ദൈവത്തിന് നൽകുന്നത് ശരിയല്ല എന്ന് അവൻ ഓർമ്മിപ്പിക്കുന്നു. ആചാരങ്ങളിലെല്ലാം മറിച്ച് ആത്മാർത്ഥമായ ബന്ധത്തിലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന് മാലാഖി നമ്മെ പഠിപ്പിക്കുന്നു. മാലാഖിയുടെ പുസ്തകം പഴയ നിയമത്തിലെ അവസാനത്തെ വാക്കുകൾ മാത്രമല്ല, അത് വരാനിരിക്കുന്ന പുതിയ നിയമത്തിലേക്കുള്ള വഴികാട്ടി കൂടിയായിരുന്നു. ഇന്ന് നമ്മൾ ജീവിക്കുന്നത് നിശബ്ദതയിലല്ല, മാലാഖി പ്രവചിച്ച എല്ലാറ്റിൻ്റെയും നിവൃത്തിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ദൂതൻ വന്നു, കർത്താവ് തന്റെ ആലയം സന്ദർശിച്ചു, നീതി സൂര്യൻ സൗഖ്യമായി ഉദിച്ചു. എന്നാൽ അധികാര വിശ്വാസത്തോടുള്ള മാലാഖിയുടെ വെല്ലുവിളി 25 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന പോലെ ഇന്നും പ്രസിദ്ധമാണ്. പഴയ നിയമത്തിലെ അവസാനത്തെ ശബ്ദമെന്ന നിലയിൽ ഇന്നും അവസാനത്തെ വാക്ക് എപ്പോഴും ദൈവത്തിൻ്റെതാണ്. മാലാഖി നമ്മെ ഓർപ്പിക്കുന്നത് ഇതുതന്നെയാണ്. ആത്മാർത്ഥമായി ഹൃദയത്തോട് തന്റെ അടുത്തേക്ക് മടങ്ങുന്നവർക്കുള്ള പ്രത്യാശയാണ് ആ വാക്ക്. മാലാഖിയുടെ കഥ നിശബ്ദതയോടെ അവസാനിച്ചിരിക്കാം. എന്നാൽ ആ നിശബ്ദത മനുഷ്യചരിത്രത്തിലെ ഏറ്റവും വലിയ വെളിപ്പെടുത്തൽ ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഒരു ഇടവേള മാത്രമായിരുന്നു. അവന്റെ സന്ദേശത്തിന്റെ പ്രതിധ്വനി ഇന്നും നമ്മെ വെല്ലുവിളിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. 4 നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിലൂടെ ദൈവജനത്തെ നിലനിർത്തിയ ക്രിസ്തുവിന്റെ 2ാം വരവിനായി കാത്തിരിക്കുന്ന നമ്മെ ഇന്നും നിലനിർത്തുന്ന അതേ അധികാര വിശ്വാസത്തിലേക്കും യഥാർത്ഥ ആരാധനയിലേക്കും പ്രതീക്ഷയുടെ കൂടെ കാത്തിരിപ്പിലേക്കും അത് നമ്മെ വിളിക്കുന്നു. ഇന്നത്തേക്ക് ഇത്രമാത്രം. നിങ്ങൾ ഇത്രയും നേരം ഇത് ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ചെയ്യാനും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഉണർന്നിരിക്കുക, അറിവുള്ളവരായിരിക്കുക, സുരക്ഷിതരായിരിക്കുക. ഉടൻ തന്നെ മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം.